പിന്നെ കൊണ്ടോട്ടിയിൽ എന്തിനാണ് ജിജിയെ വിജയിപ്പിക്കേണ്ടത്? നീണ്ട 69 വർഷമായിട്ട് നമ്മളെ നാട് ഭരിക്കുന്നത് ആരാണ്? നമ്മളെ മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരാണ്. ഇത്രയും കാലമായിട്ടും കൊണ്ടോട്ടിയുടെ ഒരു എം എൽ എ ഇത്രയും കാലമായിട്ട് വന്നിട്ടുമില്ല. ഒക്കെ പുറത്തുനിന്ന് വന്ന എം എൽ എമാർ അവർ വരും, 5 വർഷം പരീക്ഷിക്കും, അവർ പോവും, വീണ്ടും വരും. ഇപ്പോൾ 10 വർഷമായിട്ട് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ, എന്നിട്ട് പോലും നമ്മുടെ കൊണ്ടോട്ടിയുടെ അവസ്ഥ എന്താണ്? ഒരു കൃത്യമായ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടോ? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടി തോടായില്ലേ? ഈ ഹൈവേ തന്നെ ഇടതുപക്ഷ ഭരണകാലത്താണ് ഈ ഹൈവേ വന്നിട്ടുള്ളത്. ആ സമയത്തുണ്ടായിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രമാണ് ഈ കൊണ്ടോട്ടിയിലുള്ളത്. അത് അതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നല്ലാതെ കൊണ്ടോട്ടിയിൽ എന്ത് മാറ്റമാണുള്ളത്? ഈ കൊണ്ടോട്ടി എന്ന് പറയുന്നത് സാംസ്കാരികപരമായിട്ടും പൈതൃകപരമായിട്ടും ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണ്. ആ നാട്ടിൽ നമ്മൾ എന്ത് വികസനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷിച്ച വികസനം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി പോലും ഒരു വണ്ടിയായിട്ട് കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്ന് പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാത്തൊരു നാടാണ് നമ്മുടെ കൊണ്ടോട്ടി. കൊണ്ടോട്ടി അങ്ങാടിയിലുള്ള ഹൈവേയിലും തന്നെ 2 സൈഡിലും കാറും ബൈക്കും എല്ലാം പാർക്ക് ചെയ്ത് ഒരു ഇടുങ്ങിയ ഒരു ഹൈവേ ആക്കി മാറ്റി. ഈ ഒരു അവസ്ഥ മാറ്റാൻ ഇത്രയും കാലമായിട്ടും മുനിസിപ്പാലിറ്റിക്കോ, ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പാലിറ്റിക്കോ എം എൽ എമ്മക്കോ ഇത്രയും 69 കൊല്ലമായിട്ടും കഴിഞ്ഞിട്ടില്ല. നിരവധി പരാതികൾ ഉണ്ടായിട്ട് പോലും ഇലക്ഷൻ സമയത്ത് ലീഗ് എന്തുകൊണ്ട് ജയിക്കുന്നു? നിങ്ങൾ ഓരോരുത്തരാണ് ഈ ആളുകളെ ജയിപ്പിച്ചു വിടുന്നത്. ഇനിയെങ്കിലും നാടറിയുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരില്ലായിട്ടല്ലല്ലോ, പുറത്തു നിന്ന് തന്നെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ മാത്രമാണ് മുസ്ലിം ലീഗിനത്. അല്ലാതെ നമ്മൾ നാട് നന്നാക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധവും നമ്മളെ മുസ്ലിം ലീഗിന് ഇല്ല. ഉണ്ടെങ്കിൽ ഈ 69 കൊല്ലമായിട്ട് നമ്മളെ നാട് മാറണമായിരുന്നു. നമുക്കൊരു സിവിൽ സ്റ്റേഷൻ ഇത്ര കാലമായിട്ടില്ല. നമ്മുടെ നാട്ടിൽ കയറ്റവും ഇറക്കവും ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ഒരു പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ 10 സ്ഥലത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടാണ് സിവിൽ സ്റ്റേഷൻ പാസ്സാക്കിയത്. ഈ സിവിൽ സ്റ്റേഷൻ ഇത്രയും കാലമായിട്ടും അതൊന്ന് നടപ്പിലാക്കാൻ പറ്റിയ സ്ഥലം ഈ എം എൽ എമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരു കൃത്യമായ പ്രപ്പോസൽ, എല്ലാ പ്രപ്പോസലിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വിവരാവകാശ ദിനത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു പരാതിയുമില്ലാത്ത ഒരു സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരണം എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു എം എൽ എ നമുക്കില്ല. അതുപോലെ തന്നെ ഡയാലിസിസ് സെൻറ്റർ, നമുക്ക് സർക്കാരിൻ്റെ ഡയാലിസിസ് സെൻറ്റർ നമ്മളെ സർക്കാർ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അത് നിലവിൽ പ്രവർത്തനരഹിതമാണ്. സ്വകാര്യ ശാബുതങ്ങൾ ഡയാലിസിസ് സെൻ്റർ അല്ലാതെ അവിടെ തന്നെ നമുക്ക് അവിടെ ബെഡ് കിട്ടാൻ തന്നെ ഒരുപാട് പ്രയാസമാണ്. അവർ തന്നെ ഒരു മാസത്തിൽ 19 ലക്ഷത്തോളം ചിലവ് വരുന്ന ഒരു ഡയാലിസിസ് സെൻ്ററാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളുടെയും സഹായം കൊണ്ട് നിലനിന്ന് പോകുന്നതാണ് ഡയാലിസിസ് സെൻ്റർ. അതൊക്കെ നിലനിൽക്കണം. പക്ഷെ അതല്ല, സർക്കാരിൻ്റെതായിട്ടുള്ള ഇത്തരം